ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ 5ാം ദിവസമാണ്. മരിച്ചത് 100 കണക്കിന് പേർ. തകർന്നടിഞ്ഞത് ജനവാസ മേഖലകളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും. ടെഹ്റാനിലും ടെലവീവിലും മിസൈലുകൾ ഗർജിക്കുമ്പോൾ പശ്ചിമേഷ്യ വൻ ശക്തികളുടെ സംഘട്ടനത്തിൽ കത്തിജ്വലിക്കുകയാണ്. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാന്റെ നതാൻസ് ന്യൂക്ലിയർ കേന്ദ്രത്തെ വരെ തകർത്തിരിക്കുന്നു. ഇറാന്റെ 9ാമത്തെ ഡ്രോൺ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ഹൈഫ പോലുള്ള നഗരങ്ങളെ തകർത്തുവെന്ന് അവകാശപ്പെടുന്നു. 224-ലധികം ഇറാനികൾ, ഭൂരിഭാഗവും സാധാരണക്കാർ, 24ഓളം ഇസ്രയേലികൾ. അങ്ങനെ മരണനിരക്ക് ഉയരുകയാണ്. ഇറാന്റെ ഷഹ്റാൻ എണ്ണ സംഭരണിയും ഹൈഫയിലെ റിഫൈനറിയും ആക്രമിക്കപ്പെട്ടതോടെ ലോകത്തിലെ എണ്ണ വിപണികൾ പ്രക്ഷുബ്ധമാകുകയും ചെയ്തിരിക്കുന്നു. സമാധാനത്തിനായി ശ്രമിക്കുന്ന G7 വ്യക്തമാക്കുന്നത് ഇസ്രയേലിനൊപ്പമെന്നാണ്. അമേരിക്കയും ട്രംപും ഇറാനോട് ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്നു. സമാധാനമുണ്ടാകുമോ? അതോ കേൾക്കുന്ന ഈ മിസൈൽ ശബ്ദങ്ങൾ 3ാം ലോക മഹായുദ്ധത്തിന്റെ സൂചനകളാണോ? ലോകരാഷ്ട്രങ്ങൾ ആരെയാണ് കൂടെ നിർത്തുന്നത്, ആരെയാണ് ഒറ്റപ്പെടുത്തുന്നത്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കിപ്പം പാനലിൽ ചേർന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ്, വിദേശകാര്യ നിരീക്ഷകൻ ശ്രീ MS വേണുഗോപാൽ, ഒപ്പം പ്രതിരോധ വിദഗ്ധൻ ശ്രീ ബ്രിഗേഡിയർ വേണു നായർ. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ 5ാം ദിവസം ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇറാന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതൊരു വീക്കെൻഡ് പൊസിഷനായി മാറിയിരിക്കുകയാണോ? അമേരിക്ക അടക്കം എടുക്കുന്ന നിലപാടുകൾ, G7 ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ, അങ്ങനെ ഈ സമയത്തേക്ക് ഇന്നലെ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വലിയ ആക്രമണമടക്കം ഇറാന് തിരിച്ചു കൊടുക്കാനായിട്ടുണ്ടോ? 24 മണിക്കൂറിലെ കണക്കിൽ എവിടെയാണ് മുൻതൂക്കം? ഇതെങ്ങോട്ടാണ് പോകുന്നത്? കൃത്യമായ മുൻതൂക്കങ്ങളൊന്നും തന്നെ പ്രവചിക്കാൻ ആവാത്ത 5 ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ആകാശ മേധാവിത്വം പൊതുവെ ഇസ്രയേലിനാണ് എന്നാണ് ഒരു പൊതു പരിഗണന. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ കാണുന്നത്. പക്ഷേ ഇറാനും ആകാശ ആക്രമണങ്ങളിൽ വലിയ രീതിയിൽ ഇസ്രയേലിന് ഡാമേജുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതും കാണാതെ ഇരുന്നുകൂടാ. അയൺ ഡോമിന്റെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട അയൺ ഡോമിൽ അതിൽ സുഷിരങ്ങൾ വീണിരിക്കുന്നു. ഏതാനും മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിലും പതിച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ ഇസ്രയേൽ അത്രയധികം പ്രതീക്ഷിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് എസ്കലേഷൻ ലെവൽ 5, 5 ദിവസം, ഒരു ദിവസം പോലും ഇടതടവില്ലാതെ 5 ദിവസത്തെ എസ്കലേഷൻ ലോകരാജ്യങ്ങൾ അത് കണ്ടു നിൽക്കുകയാണ്. അതേസമയം സമാധാന ചർച്ചകൾ 2-3 ഇടങ്ങളിൽ, ചർച്ചകൾ എന്ന് പറയാനാവില്ല എങ്കിൽ പോലും സമാധാന നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും G7 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാനഡയിൽ ആൽബർട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന G7 സമ്മേളനത്തിൽ ഈ വലിയ രീതിയിലുള്ള ഒരു സമാധാന ആഹ്വാനമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അവർ കൊണ്ടുവന്നപ്പോൾ 7 രാജ്യങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും കാനഡയും ജപ്പാനും ചേരുന്ന 7 രാജ്യങ്ങൾ ഒരു സമാധാന ഫോർമുല കൊണ്ടുവന്നപ്പോൾ അതിൽ സൈൻ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു സിറ്റുവേഷൻ റൂം എനിക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്, ഞാനിതാ വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചു പോകുന്നു, അങ്ങനെ വാഷിംഗ്ടൺ DC-യിലേക്ക് തിരിച്ചു പോകുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ രാത്രിയിൽ. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഇച്ഛാശക്തി, ഇവിടെ പ്രധാനപ്പെട്ട നിഗമനം അപർണ, അമേരിക്കയ്ക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ യുദ്ധം തടയാനാവും എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇപ്പോൾ അമേരിക്ക പറയുന്നത്, അല്ലെങ്കിൽ ട്രംപിന്റെ ഓൺ വാക്കുകളിൽ കടമെടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഇസ്രായേലിനോടൊപ്പമല്ല ഞങ്ങൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്താണ്, എക്കാലത്തും ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം തന്നെയാണ് യുദ്ധങ്ങളിൽ, ഇനിയാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഇറാന് അന്ത്യശാസനം കൊടുക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് നിങ്ങൾ ആണവ കരാർ ഒപ്പിട്ടില്ല? 5 റൌണ്ടുകൾ ചർച്ച ചെയ്തിട്ടും കരാറിലെപ്പെടാൻ, അതായത് ആണവ നിർവ്യാപനം ഉറപ്പുവരുത്തുന്ന ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കും എന്ന ഉറപ്പ് നൽകാൻ എന്തുകൊണ്ട് ഇറാന് കഴിഞ്ഞില്ല? 61ാം ദിവസം ഇറാൻ ആക്രമണ വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക പൂർണ്ണമായ ഉറപ്പുകളൊന്നും തന്നെ സമാധാനമുണ്ടാകുമെന്ന പൂർണ്ണമായ ഉറപ്പ് ഇറാന് നൽകാൻ വിസമ്മതിക്കുകയാണ്. അതിനർത്ഥം എസ്കലേഷൻ അടുത്ത ലെവലിലേക്ക് പോവുകയും ഇറാനിൽ നിന്ന് ഇസ്രായേലിനുള്ള തിരിച്ചടി അതിഭീകരമായ രീതിയിൽ ഉണ്ടാവുകയും ചെയ്താൽ, ഇപ്പോൾ തന്നെ ടെല്ലവീവും ഹൈഫയും അതുപോലെ ജെറുസലമും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഹിറ്റ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഹൈഫ നഗരം എണ്ണ സംഭരണി
ഉള്ള ഹൈഫ നഗരം, പ്രത്യേകിച്ച് തുറമുഖ നഗരം കൂടിയാണ്. ഇസ്രായേലിന്റെ നെർവ് സെന്റർ ഓഫ് ഇക്കോണമി എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന അവിടെ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇത് എസ്കലേഷൻ മോഡിലേക്ക് പോയാൽ അമേരിക്ക രംഗത്ത് വരും. അതിന്റെ ആദ്യ സൂചനയാണ് USS കാൾസൺ. ഓൾറെഡി വിമാനവാഹിനി കപ്പലാണ്, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാണ്. ഓൾറെഡി പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. മറ്റൊരു നിമിറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ തീരങ്ങളിലുണ്ട്. അതിപ്പോൾ മധ്യപൂർവ്വ പ്രദേശത്തെ നോക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വിമാനവാഹിനി കപ്പലുകൾ വരുന്നത് നിരീക്ഷണത്തിനല്ല എന്നോർക്കണം. വേണ്ടി വന്നാൽ ഇടപെടാൻ വേണ്ടി നൂറുകണക്കിന് ഫൈറ്റർ പ്ലെയിൻസാണ് അതിൽ നിന്ന് പറന്നു വരാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല 50,000-ലധികം ട്രൂപ്സ്, അമേരിക്കൻ ട്രൂപ്സിന്റെ സാന്നിധ്യം 5-6 രാജ്യങ്ങളിലായി, സൗദി അറേബ്യയിലും കുവൈറ്റിലും UAE-യിലും ഒമാനിലും എല്ലാമായി അത്രയധികം അമേരിക്കൻ ട്രൂപ്സിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കാവുന്ന സാഹചര്യമാണ്. അത് തള്ളിക്കളയാനാവില്ല. ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ ചർച്ചയിൽ ഉയരുന്ന ചോദ്യം, ഇത് ലോക മഹായുദ്ധത്തിലേക്ക് എത്തി നിൽക്കുമോ എന്നാണ്. ഈ ഘട്ടത്തിൽ അതിനുള്ള സൂചനകളൊന്നുമില്ല. ഇപ്പോൾ ഇറാനും, അതായത് ലോകത്തെ 15ാമത്തെ സൈനിക ശക്തിയാണ്. ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇസ്രായേലിന്റെ സ്ഥാനം 15ാമത്തെ ആയുധ ബലമുള്ള രാജ്യമാണ്. 16ാമത്തെ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് 16ാമത്തെ രാജ്യമാണ് ഇറാൻ. അപ്പം ഏതാണ്ട് സമാസമം നിൽക്കുന്ന രാജ്യങ്ങൾ. ഒരുപക്ഷെ ഏറിയൽ സൂപ്പർമസി ഇസ്രായേലിനായിരിക്കാം, പക്ഷെ കരസേനയുടെ ബലം ഇറാനാണ്. പക്ഷെ ഈ 2 കാര്യങ്ങളും ഏറിയൽ സൂപ്പർമസി മാത്രമാണ് ഇപ്പോഴത്തെ വിഷയം. കാരണം കരയുദ്ധം ഏതാണ്ട് അസാധ്യമാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇത് അയൽ രാജ്യങ്ങളല്ല. 1200 മുതൽ 1500 കിലോമീറ്റർ വരെ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ. അപ്പോൾ വ്യോമമേഖലയിൽ ഒരു മിസൈൽ, ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആണെങ്കിൽ പോലും അത് സഞ്ചരിച്ച്, ശബ്ദാതിവേഗ മിസൈൽ സഞ്ചരിച്ച് ഇസ്രായേലിന്റെ ഭൂമിയിൽ ഇറാനിൽ നിന്ന് എത്തണമെങ്കിൽ 12 മിനിറ്റോളം സമയമെടുക്കും. ആ സമയത്ത് അയൺ ഡോം സംവിധാനം, ആരോ, ഡേവിഡ് സ്ലിംഗ്, അയൺ ഡോം ഇങ്ങനെയുള്ള സംവിധാനങ്ങളും പേട്രിയോട്ട് മിസൈലുകളും താഡ് പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചിട്ട് പോലും ഇസ്രായേലിലെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇടപെടുന്നതിലൊന്ന് ശ്രമിക്കുക. ഞാൻ അതിലൊരു ക്ലാരിഫിക്കേഷന് ഡോക്ടർ മോഹൻ വർഗീസ് ഇടപെടുന്നതിൽ ശ്രമിക്കുക. അതായത് ഇതിനകത്ത് ഈ ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്ന ഒരു നിലപാട്, G7 ഏത് തരത്തിലൊരു നിലപാട് എടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഇതിൽ ഇസ്രായേലിനൊപ്പമാണ് G7 എന്നുള്ള ഒരു പ്രതികരണം വരുമ്പോൾ അതിൽ ഇനിയൊരു നയതന്ത്ര തലത്തിലുള്ള ചില ഇടപെടലുകൾക്ക് സാധ്യത കുറയുന്നു. സൗദിയോടും ഖത്തറിനോടുമൊക്കെ ഇറാൻ നടത്തിയിരിക്കുന്ന അഭ്യർത്ഥനകളൊക്കെ ഇതൊരു നയതന്ത്ര കണക്കൂട്ടലാണോ അതോ ഇറാന്റെ തളർച്ചയാണോ എന്നുള്ളതാണ്. ഇസ്രായേലിനും ഇറാനും തത്തുല്യമാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെയാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ ആ പോയിന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹാർനസിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അപർണ, അത് കൂടുതൽ സാധിക്കുന്നത് ഇന്നത്തെ നിലയിൽ വികസിത ലോകത്തിന്റെ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണ ആർജിക്കാൻ സ്വാഭാവികമായി കഴിയുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേലാണ് ഈ റൌണ്ടിലെ ആക്രമണകാരി എങ്കിൽ പോലും സ്വാഭാവികമായി ഇസ്രായേലിന് ആ ഒരു മേന്മയുണ്ട്. കാരണം വലിയേട്ടനായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ പിണക്കിക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ സ്പെയിനോ ഇറ്റലിയോ ഒന്നും തന്നെ തയ്യാറാവില്ല എന്നതുകൊണ്ട് അക്കാര്യത്തിൽ ഇസ്രായേലിന് തന്നെയാണ് മേൽക്കൈ. അതേസമയം ചൈനയും റഷ്യയും സ്വാഭാവികമായി ഇറാന്റെ പങ്കാളികളാവേണ്ടതാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഇറാന്റെ യുദ്ധമാണ്, അത് ഇറാൻ അടിച്ചു തീർക്കട്ടെ എന്ന നിലപാടിലാണ് തൽക്കാലത്തേക്ക് റഷ്യയും ചൈനയും എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ആക്റ്റീവായി യുദ്ധരംഗത്ത് വരാൻ, അമേരിക്ക ഇസ്രായേൽ അനുകൂലമായി യുദ്ധരംഗത്ത് വരാൻ സന്നദ്ധമാകുന്നത് പോലെ ഒരിക്കലും റഷ്യയോ ചൈനയോ ഇറാന് വേണ്ടി യുദ്ധരംഗത്ത് വരാനാവില്ല. അതുകൊണ്ടാണ് ഇറാൻ നേരിടുന്ന ഒരു പൗണ്ടിംഗ്, ഹെവി പൗണ്ടിംഗ്. ആണവ നിലയങ്ങൾ ആക്രമണ വിധേയമായിരിക്കുന്നു, സൈനിക നേതൃത്വം അപ്പാടെ വധിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതുപോലെ കാര്യമായ നാശനഷ്ടങ്ങൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്കും ന്യൂക്ലിയർ സൈറ്റ്സിനും എല്ലാമുണ്ട്. അതിനുപരിയായിട്ടാണ് ഒരു റെജീം ചേഞ്ച് എന്ന നിലയിലാണ് ഇസ്രായേൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ റൌണ്ടിൽ ഈ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്ന, സാമ്പത്തിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, ഇതെല്ലാം ഒരു ലെവലാണ്. ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തിലെ മാറ്റമാണ് ആത്യന്തികമായി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു പെരിനിയൽ പ്രോബ്ലമായി ഇസ്രായേൽ കരുതുന്നു. അതുകൊണ്ട് ആ സമാധാനം, ആ മേഖലയുടെ, പ്രത്യേകിച്ച് അവരുടെ ഇവിടെ ചോദിച്ച അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ GCCയുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ അത് വളരെ ചെക്കേർഡ് നിലപാടുകളാണ്. കാരണം GCCക്ക് പൊതുവെ ഇസ്രായേൽ വിരുദ്ധ നിലപാട് എടുക്കാനാവൂ. ഇസ്രായേൽ ആക്രമണകാരിയാണ്, ഇസ്രായേൽ ആക്രമണം നിർത്തണം, അരുത് കാട്ടാള എന്ന് പൊതുവെ പറയുമ്പോഴും രഹസ്യമായി
ഇറാന് 2 കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ 2 അടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളാണ് പല അറബ് രാജ്യങ്ങളും. കാരണം ഇറാൻ ഒരു ആണവ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ അത് ഇസ്രായേൽ മാത്രമല്ല ത്രട്ട്, ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്കും അയൽ രാജ്യങ്ങൾക്കും എല്ലാം തന്നെ അത് ഭീഷണിയാകും എന്ന നിഗമനത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപർണ പറയുന്നത് there is a convergence of interest, strategic interest of Israel, United States of America, Western Europe and the Arab Islamic world. അവിടെ വേറിട്ട് നിൽക്കുന്ന രാജ്യം ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്തെ ടർക്കി മാത്രമാണ്, സ്വല്പം വേറിട്ട് നിൽക്കുന്ന രാജ്യം. പക്ഷെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ തയ്യിബ് എർദോഗാൻ എന്ന ടർക്കിഷ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നതല്ലാതെ കാര്യമായ യുദ്ധരംഗത്തേക്ക് തുർക്കിയും വരാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം, തുർക്കി മധ്യസ്ഥത വഹിക്കാം എന്ന ഓഫറുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല. ഒരു മുസ്ലിം രാജ്യം നിഷ്പക്ഷമായ രീതിയിൽ ആ ഒരു മധ്യസ്ഥത വഹിക്കും എന്ന് കരുതാനാവില്ല. പിന്നെ ഇപ്പം ബാക്കിയുള്ളത് എന്താണ്? ഒരു മധ്യസ്ഥത വഹിക്കാൻ കപ്പാസിറ്റിയുള്ള രാജ്യം ഇന്ത്യ പോലെയുള്ള ഇറാനോടും ഇസ്രായേലിനോടും ഏതാണ്ട് ഒരുപോലെ ബന്ധമുള്ള, എന്നാൽ മനസ്സുകൊണ്ട് ഇസ്രായേലിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടം, അത് ഒരുപക്ഷെ മധ്യസ്ഥത വഹിക്കാനുള്ള സിറ്റുവേഷനിലായിരിക്കും. പക്ഷേ അതിനുള്ള സമയമെല്ലാം കടന്നുപോയത്. മാത്രമല്ല, ഇന്ത്യയുടെ നയമനുസരിച്ച് തേർഡ് പാർട്ടി മീഡിയേഷൻ ഇന്ത്യയുടെ ഒരു പോളിസി അല്ല. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാടാണ് എക്കാലത്തും ഇന്ത്യക്ക് 1972 സിംല ഉടമ്പടി മുതലുള്ള ആ നിലപാട് ഒരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ പ്രമേയങ്ങളിൽ നിന്നുൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയുടെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഷാങ്ഹായ് കോഓപ്പറേഷൻ കൌൺസിൽ, അവിടെ വന്ന ഈ യുദ്ധത്തെ വിമർശിച്ചുകൊണ്ട് വന്ന വലിയ പ്രസ്താവനയിൽ പോലും ഒപ്പിടാനും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും ഭാരതം വിസമ്മതിച്ചത് ഭാരതത്തിന്റെ എക്കാലത്തെയും കമ്മിറ്റ്മെന്റ് ആണ്. No third party mediation. There should be direct negotiation between the two parties. അങ്ങനെയെങ്കിൽ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങി എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ G7 എന്ന ബസ് അവിടെ മിസ്സായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രതീക്ഷ, അമേരിക്ക ഒരു ചെറിയ പ്രതീക്ഷയുടെ തിരുനാളം അപർണ കത്തിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആണവ പരിപാടി ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്നൊരു കരാർ ഇറാനും പറഞ്ഞു ഇസ്രായേൽ ആക്രമണം നിർത്തണം. ആ ഒരു ഓഫറിലേക്ക് ഇറാൻ കടക്കുമെന്നുള്ളതാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇറാഖിൽ സദ്ദാം ഹുസൈന് യുഗത്തിന് ഏത് തരത്തിൽ അന്ത്യം കുറിച്ചുവോ ആ തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിക്കുന്നത്. നെതന്യാഹു പറയുന്നത് ഖമേനി തീർന്നാൽ മാത്രമാണ് യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ്. അമേരിക്ക എന്ത് പറയുന്നു എന്നുള്ളത് പോലും മറികടന്നുകൊണ്ട് നെതന്യാഹു പറയുന്ന കാര്യം. അപ്പോഴും ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയില്ല എന്നുകൂടിയാണോ? അമേരിക്ക ഈ തരത്തിൽ സൗത്ത് വെസ്റ്റ് മേഖലകളിലൊക്കെ ഈ സൈനിക ആസ്തികളൊക്കെ വിന്യസിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സാധ്യതയില്ല എന്ന് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ആ സാഹചര്യം കൂടി വെച്ചു നോക്കുമ്പോൾ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുകയില്ല, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു, ഏത് തരത്തിലാണ് കാണുന്നത്? അപർണ, ഈ സമ്പൂർണ്ണ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരയുദ്ധം എന്നുകൂടി അതിനർത്ഥമുണ്ട്. കരയുദ്ധം വരുമ്പോഴാണ് അതൊരു സമ്പൂർണ്ണ യുദ്ധമായി മാറുന്നത്. ഇവിടെ കരയുദ്ധത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ 12,300 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ കരയുദ്ധത്തിൻ്റെ ഒരു വിഷയം വരില്ല. പിന്നെ വേറൊന്ന്, ഇത് ഒരു കാര്യമുള്ളത്, ഇസ്രായേൽ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞ യുദ്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചേക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നെതന്യാഹുവിന് തോന്നി നേരെ അവിടേക്ക് കുറച്ച് മിസൈലുകളോ ഡ്രോണുകളോ വിട്ടതല്ല ഇത്. ഇത് അവരുടെ വർഷങ്ങൾ നീണ്ട ആസൂത്രണം ഇതിൻ്റെ പുറകിലുണ്ട്. നോക്കൂ, അവരുടെ ഈ ഇറാൻ്റെ ഓരോ സൈനിക മേധാവികളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രെയിൻസ് ഇത് മുഴുവനും ഒന്നൊന്നായിട്ട് തീർക്കുകയാണ്. ഈ ഇറാൻ്റെ ആകാശത്തിൻ്റെ ആധിപത്യം മുഴുവനും ഇസ്രായേൽ നേടിക്കഴിഞ്ഞു. ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ അവരുടെ ഈ സമയമെടുത്ത് ആസൂത്രിതമായി ആ ഇറാൻ മുഴുവൻ ഇസ്രായേൽ അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ അലി ഖുമൈനി അയാൾ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അയാളെ വിട്ടത് കൊണ്ടാണ്, വേണ്ടാന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ്. അത്രമാത്രം അവരുടെ ഇമ്പോർട്ടൻ്റ് ബ്രെയിൻസ് മുഴുവനും പോയി. പിന്നെ ഈ അദ്ദേഹം മോഹൻ വർഗീസ് സാർ ഇവിടെ പറഞ്ഞു ഈ ഇതിൻ്റെ കാര്യം എന്താണ്, ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നതാണ് അയൺ ഡോം എവിടെ പോയി എന്ന്. നോക്കൂ, ഈ അയൺ ഡോമിൻ്റെ കൃത്യത എന്ന് പറയുന്നതും 90%.
ഒരു 100 മിസൈൽ അങ്ങോട്ട് ചെന്നാൽ അതൊരു 10 വീഴും. 10 അവിടെ ഉറപ്പായിട്ടും വീഴും. എത്ര മിസൈലുകളാണ് ഇവർ അങ്ങോട്ട് തിരമാല പോലെ അയച്ചത്. ആ മിസൈലുകൾ മുഴുവനും ഇസ്രായേലിൽ വീണ് പൊട്ടിയിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങളാവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അയൺ ഡോം കാര്യം, ലോകത്തിൽ ഒരു മിസൈൽ ഡിഫൻസ്, എയർ ഡിഫൻസ് സിസ്റ്റവും 100% ഫുൾ പ്രൂഫ് അല്ല. ഈവൻ റഷ്യയുടെ S-400 പോലും ഇവിടെ ഉക്രൈനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും മികച്ചതാണെന്നുള്ളതാണത്. പക്ഷേ അക്കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുമ്പിലാണ് കേട്ടോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിട്ട ഒരൊറ്റ ഒരെണ്ണം പോലും ഇവിടെ വീണ് പൊട്ടിയിട്ടില്ല. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പല ലെയറുകളായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടേത്. അല്ലാതെ ഒരു സിംഗിൾ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മുടെ ആകാശത്ത് റിവർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ, അത് മാത്രമല്ല, ഈ ഇറാൻ്റെ കയ്യിലിരിക്കുന്ന മിസൈലുകൾ നോക്കുക, അവരുടെ ടെക്നോളജി നോക്കുക, ഇതെല്ലാം ഏറ്റവും കുറഞ്ഞത് ഒരു ജനറേഷനെങ്കിലും പിന്നിലായിട്ടുള്ള ടെക്നോളജിയും മിസൈലുകളുമാണ്, ആയുധങ്ങളുമാണ് ഇറാൻ്റെ കൈവശം ഇരിക്കുന്നത്. മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാധനം ഒന്നും അവരുടെ കയ്യിലില്ല. വേണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടണ്ടേ, ആരെങ്കിലും കൊടുക്കണ്ടേ. പാശ്ചാത്യ ലോകത്തൊന്നും കിട്ടില്ല, അമേരിക്കയിൽ നിന്ന് കിട്ടില്ല, റഷ്യയിൽ നിന്ന് കിട്ടില്ല. ഇതെന്നാൽ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊന്നും അവർക്കില്ലതാനും. അപ്പോൾ ഏറ്റവും മിനിമം പണ്ട് അമേരിക്കയായിട്ടും ഒക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് കിട്ടിയ ടെക്നോളജികളൊക്കെ അഡ്വാൻസ് ചെയ്ത് അവർ കുറേയൊക്കെ അതിൻ്റെ അകത്ത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റഷ്യ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട്. സമാധാന കാലത്ത് റഷ്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ അപ്ഡേറ്റഡ് അല്ല ഇറാൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇവരെ ഇങ്ങനെ ഈ പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്ന മാതിരി ഇസ്രായേൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സമ്പൂർണ്ണ യുദ്ധം എന്നുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കരയുദ്ധത്തിൻ്റെ ഒരു പോസിബിലിറ്റിയും ഇല്ല. കരയുദ്ധമാണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കുന്നത്, ആർമിയാണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കുന്നത്. ഇവിടെ മുൻ ആർമി ഉദ്യോഗസ്ഥൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആകാശ യുദ്ധങ്ങളിലൂടെ ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർത്ത് അങ്ങനെ ആർമിക്ക് കടന്നു ചെല്ലാനുള്ള നല്ലൊരു മാർഗമുണ്ടാക്കി അങ്ങനെ ആർമി ചെന്ന് കീഴടക്കുമ്പോഴാണ് അവിടെ ഒരു സമ്പൂർണ്ണ യുദ്ധവും ആ യുദ്ധം വിജയിക്കുന്നതും അങ്ങനെയാണ്. ഗൾഫ് യുദ്ധമൊക്കെ അങ്ങനെയായിരുന്നു. 3-4 മാസം തുടർച്ചയായ എയർ അറ്റാക്കിൽ കൂടെ ആ ഇറാഖിൻ്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറും തകർത്തതിന് ശേഷമാണ് US ആർമി, അതായത് UN സംയുക്ത സൈന്യം അവിടേക്ക് കടന്ന് ആ കുവൈറ്റിനെ മോചിപ്പിച്ച് രക്ഷിച്ചത്. അതാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു സാധ്യതയില്ല. ഇവിടെയുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ തുടർച്ചയായ ബോംബാക്രമണം അങ്ങനെ ഇറാനിലെ അങ്ങനെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകരുകയാണ്. അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാണ്. അവിടുത്തെ ജനങ്ങളെ വീണ്ടും മറ്റൊരു വിപ്ലവത്തിന് പ്രേരിപ്പിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഈ മതഭരണകൂടത്തിനെ പുറത്താക്കി ഒരു നല്ല ജനാധിപത്യം മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല ശ്രീ ഷാബു പ്രസാദ്, അതാണ് ആ പോയിന്റിൽ എത്തുമ്പോൾ ഒന്ന് ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ അമേരിക്ക പലപ്പോഴായി ചെയ്തിരിക്കുന്ന ഒരു പാവ സർക്കാരുകളെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിക്കുന്നു. അതിൽ അണത്തിക്കലായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉള്ളതെന്നുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുണ്ട്. G7 ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഏത് തരത്തിലാണെങ്കിലും അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണോ ഈ റെഷീം ചേഞ്ച് ആണ് ഖമേനി ഉദ്ദേശിക്കുന്നത്, ന്യൂക്ലിയർ പരിപാടിക്ക് അത് തടയുക എന്നതിനപ്പുറത്തേക്ക് എന്നുകൂടി വ്യക്തമാവുകയല്ലേ? അല്ല, തീർച്ചയായിട്ടും അമേരിക്ക ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ആ താല്പര്യങ്ങൾ അവർക്കുണ്ടാകും. ചിലപ്പോൾ അവിടെ വരുന്ന സർക്കാർ ഈ സർക്കാരിന് മാറി അവിടെ വരാൻ പോകുന്ന ഒരു സർക്കാർ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും കൂടുതൽ കൂറും ചായ്വുമുള്ളവരായിരിക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്ന് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഇതിൻ്റെ അകത്ത് എന്താണ് നെസസറി ഈവിൾസ് ആണ്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സർക്കാരാണെന്നിരിക്കട്ടെ, ആണെങ്കിൽ പോലും ഒരു മതഭരണകൂടത്തിനേക്കാൾ ഭേദമായിരിക്കും. ഞാൻ ഒരു ജനാധിപത്യ പ്രേമി എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, എൻ്റെ ഒരു നിലപാടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ
അതേ തരത്തിലാണ് ആ ഒരു പോയിന്റിൽ നിന്ന് ശ്രീ MS വേണുഗോപാൽ ഇത് ഒരു ബോർഡർ അസാസിനേഷനുകൾ ഇതിനകത്ത് നടക്കുന്നു, ഒരു ക്രോസ് ബോർഡർ അസാസിനേഷനുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ G7 എടുത്തിരിക്കുന്നത് പക്ഷേ ഇറാൻ അനുകൂലമായിട്ടുള്ള നിലപാടൊന്നുമല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇതിൽ ഇനി ഒരു നയതന്ത്ര ചർച്ചയ്ക്കുള്ള വകുപ്പ് ഇനി കാണുന്നില്ല. ഇത് ഇറാൻ പറയുന്നത് ഇസ്രയേൽ ആക്രമണം നിർത്തുകയാണെങ്കിൽ ന്യൂക്ലിയർ ചർച്ചയ്ക്ക് തയ്യാറാകാം എന്നുള്ള തരത്തിലൊക്കെയാണ്. ഇറാൻ കുമ്പിടുക, ഇറാൻ കീഴടങ്ങുക, ഇറാൻ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്ന അതിന് അനുകൂലമായിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുക, അങ്ങനെയാണോ ഈ ഒറ്റ വാക്കിലൊക്കെ ചുരുക്കിയാൽ ഇപ്പോഴുള്ളൊരു സാഹചര്യം? ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള കെൽപ്പില്ലാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ മാറുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിൻ്റെ ഉദ്ദേശം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളതാണ്. അതിനാണ് ടെഹ്റാനിലുള്ള മുഴുവൻ ആൾക്കാരോടും മാറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗാസയിൽ അവർ മുമ്പ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അഴിഞ്ഞാട്ടമായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഈ സൂചനകൾ നൽകുന്നത്. അപ്പോൾ ഇതിൽ അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അല്ലെങ്കിൽ US ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇറാന് ഒന്നുകിൽ ഒരു പുതിയ ഭരണകൂടം, അല്ലെങ്കിൽ ഈ ഭരണകൂടം വരുതിയിലായി പൂർണ്ണമായും വന്നാൽ മാത്രം ഈ ആണവ കേന്ദ്രങ്ങളുടെ താക്കോൽ ഉൾപ്പെടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കരാർ ഏർപ്പെടുക എന്നുള്ളത്. അത് സാധ്യമല്ല എന്നുള്ളതാണ്. ഇറാൻ ഒരു കാരണവശാലും അതിലേക്ക് വരികയില്ല. അപ്പോൾ പിന്നെ ആകെ സാധ്യതയുള്ളത് ഒരു റെജീം ചേഞ്ച് ആയിരിക്കും. അതിനായിരിക്കും ഇസ്രായേൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനോടൊപ്പം US അതിനുവേണ്ടി നിലകൊള്ളും. ഇപ്പോൾ G7 തന്നെ ട്രംപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം അങ്ങനെ ഒരു സമാധാന ചർച്ചയ്ക്കുള്ളൊരു നീക്കം, അല്ലെങ്കിൽ ഒരു സന്ധിക്കുള്ള ഒരു നീക്കം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അത് താനും കൂടെ നിന്നുകൊണ്ടില്ല, അതിന് സ്വിച്ച് ഇടുക എന്നുള്ളത് കൂടെയാണ് ഉദ്ദേശം. അതോടൊപ്പം അദ്ദേഹം G7 എല്ലാ നേതാക്കളെയും കണ്ട് ഒരു മർമറിംഗ് ക്യാമ്പയിനും കൂടെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിൽ നിന്നും വ്യക്തമാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും, അത് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നോണം എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. അദ്ദേഹം പോന്നു കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമായിട്ട് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഒരു കരട് വ്യക്തമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മധ്യേഷ്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇറാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ പിൻ പോയിൻ്റ് ചെയ്ത് വരികയാണ്. ഒരു മഹായുദ്ധത്തിനൊന്നുമുള്ള സ്കോപ്പില്ല. കാരണം ഇന്നിപ്പോൾ ഒരു 2 ചേരിയില്ല. ആ 2 ചേരി ഉണ്ടെങ്കിൽ പിന്നെയും ഒരു സൈഡ് പിടിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നതിന് ആകെ പിന്നെ ഉള്ളത് ചൈനയും റഷ്യയുമാണ്. റഷ്യ അതിന് തയ്യാറല്ല, അവർക്കതിനുള്ള സൗകര്യവുമില്ല. അത് മാത്രമല്ല അവർ US വളരെ സൗഹൃദത്തിലുമാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ സന്ധി സംഭാഷണത്തിന് പൊക്കോട്ടെ എന്ന് വരെയാണ് ചോദിക്കുന്നത് റഷ്യ. അല്ലാതെ അവർ നേരിട്ട് അതിനകത്ത് ഇടപെടാൻ പോലും തയ്യാറില്ല. അത് റഷ്യ അമേരിക്കയുടെ സമ്മതത്തോടു കൂടി പോകാനാണ് നിൽക്കുന്നത്. പിന്നെ ആകെ ചൈനയാണ് പറയുന്നത് അങ്ങനെ ടെഹ്റാനിൽ നിന്ന് ആൾക്കാരോട് ഓടിപ്പോകാനൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് ഇന്നൊരു പ്രസ്താവന അവർ നടത്തിയിട്ടുണ്ട്. അത് വളരെ ക്രൂരമാണെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആകെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇറാൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അത് എത്രയാണെന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് നോക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ നീക്കത്തിൽ ട്രംപ് ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങളെയും തന്നോടൊപ്പം നിർത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ഇതൊരു വലിയ വിപത്താണ്, നിങ്ങളുടെ തലയിലേക്ക് വരുന്ന ഒരു അണുബോംബായിരിക്കും ഇറാനിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ വിധത്തിൽ സമ്മതിപ്പിച്ചെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിജയമാണ് ഇപ്പോൾ ഏതാണ്ടൊരു മിക്ക രാഷ്ട്രങ്ങളും ഒന്നുകിൽ ഒരു മൗനം, അല്ലെങ്കിൽ ഒരു ചെറിയ വഴിപാടിന് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊതുക്കുന്ന രീതിയിലേക്ക് അല്ലാതെ ഇതിലേക്ക് ഒരു എടുത്തുചാട്ടത്തിന് തയ്യാറല്ലാത്തത്. ഈ ഒരു അവസ്ഥയിൽ ഇനി ഇസ്രായേൽ ചെയ്യാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇറാനിലെ മിസൈൽ ലോഞ്ചറുകൾ തകർക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പം തന്നെ അവരത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അത് തങ്ങൾക്ക് വലിയ നഷ്ടം വരും. ഇപ്പോൾ പറഞ്ഞ പോലെ 100ൽ 10 ആണെങ്കിൽ പോലും അത് നഷ്ടം തന്നെയാണ്. അത് വധിക്കുമ്പോഴുണ്ടാകുന്ന ആളപായവും ഒക്കെ വലിയ നാണക്കേടും കൂടെയാണ് അവർക്ക്. അതുപോലെ തന്നെ അവരുടെ ജനങ്ങളിൽ മോശമായ പ്രതികരണവും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലോഞ്ചറുകൾ തകർക്കുക, ലോഞ്ചറുകൾ തകർത്താൽ മിസൈൽ വർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടുകൂടി
ഇറാൻ കീഴടങ്ങിയെന്ന് നമുക്ക് ഏകദേശം പറയാം. ഓക്കെ, ബാക്കിയെല്ലാം അത് ഇനി അതൊരു ഡിഫൻസിന്റെ ഒരു മോഡലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ബ്രിഗേഡിയർ വേണുനാർ കൂടി നമുക്കൊപ്പം ചേരുമ്പോൾ, ബ്രിഗേഡിയർ, 3 തരത്തിലാണ് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം. അത് നദാൻസ് പോലെയുള്ള ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ വരെ തകർത്തു എന്ന് പറയുന്ന ഒന്ന്. തിരിച്ച് ഇറാൻ നടത്തുന്ന ഈ അയൺ ഡോമിനെ പോലും അല്ലെങ്കിൽ ആരോയൊക്കെ വീക്കൻ ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ തിരിച്ചടിക്കൽ. ഇതിനിടയിൽ US സൈനിക വിന്യാസം നടത്തുന്നു. USSന്റെ കാൾസൺ ആണെങ്കിലും നിമിറ്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ളതെല്ലാം അവിടെ വിന്യസിക്കുന്നു. ഒരു പുതിയ ഒരു കൺവെൻഷൻ യുദ്ധത്തിനപ്പുറത്തേക്കുള്ള ഒരു ഡ്രോണും ഡിജിറ്റൽ തന്ത്രങ്ങളും ഒക്കെ ഉള്ള ഒരു പുതിയ ഒരു യുദ്ധ രീതിയിലേക്ക്, അത് ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാർക്ക് മുൻതൂക്കം? ഇത് ഏത് തരത്തിലുള്ള ടാക്ടിക്സുകളായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാവുക? അപർണയടക്കം എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇത് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനാണല്ലോ. ഈ ഓപ്പറേഷനെ ഇറാൻ വിളിക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണെന്ന്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഇതിൻ്റെ 1ഉം 2ഉം കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലും നടന്നു. അവർ ഒരു സീരീസ് ഓഫ് ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും കഴിഞ്ഞ വർഷം ചെയ്തതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് അവരുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ നാളെ എന്തുണ്ടാകും, ഇതിൻ്റെ ഭാവി എന്താണെന്ന് അറിയുന്നതിനേക്ക് എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ പ്രേക്ഷകർക്ക് കൂടെയുള്ള അറിവിലേക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ ചില മാക്രോ എലിമെൻറ്റ്സ് ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് നമുക്ക് പോകാം. ഈ നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു അയൽ രാജ്യങ്ങളല്ല. ഇവർ ഇറാനെ നമ്മളെല്ലാം അറിയുന്നത് 1935 മുമ്പ് പേർഷ്യ എന്നായിരുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നാട്ടിൽ നിന്ന് പല ആൾക്കാരും അവിടെ പോയി കാശുണ്ടാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലങ്ങളിൽ ഏർലി 60s ഞാൻ കണ്ടിട്ടുള്ളത് അന്നത്തെ ഈ ട്രാൻസിസ്റ്ററും വലിയ റേഡിയോകളും ഒക്കെ അവരുടെ വീടുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൾച്ചറലി നോക്കുമ്പോൾ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമുള്ള ഒരു രാഷ്ട്രമായിരുന്നു പേർഷ്യ. അത് ഒരു 2500-600 BC മുതൽ ഉള്ളതാണ്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ സ്വല്പം ഒരു 100 കുറച്ചും കൂടെ പിന്നിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അവർ അന്ന് വളരെ ശക്തമായ രാഷ്ട്രമായിരുന്നു. ഇങ്ങനെ ചക്രവർത്തിമാരാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 1979 ഇങ്ങനെ ഒരു മതരാഷ്ട്രമായിട്ടത് മാറുന്നത്. അതിനുള്ള അത് അറിയാം. അതിൽ ആദ്യമായിട്ട് വന്നത് റുഹുള്ള ഖൊമീനി എന്ന് പറഞ്ഞ ഒരു ഈ അയ്യത്തുള്ള ആയിരുന്നു. അപ്പോൾ അവരൊരു തിയോക്രാറ്റിക് സൊസൈറ്റിയും ഒരു രാഷ്ട്രമാണ് ഉണ്ടാക്കിയത്. അവിടെ എക്സ്പെർട്ട് അവരുടെ ഒരു അസംബ്ലിയാണ് ഇങ്ങനെ അയ്യത്തുള്ള ഖൊമീനി അവരുടെ റിലീജിയസ് ടീച്ചേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം തന്നെയാണ് ആ രാഷ്ട്രത്തിൻ്റെ നമ്പർ 1. അതിന് മജ്ലിസ്, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അവസാന വാക്ക് ഈ അയ്യത്തുള്ളയാണ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് അലി ഖൊമീനിയാണ്. അദ്ദേഹത്തിന് 86 വയസ്സുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 46 വർഷം മുതൽ ഈ അവരുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് ഈ ഇസ്രായേലി ജൂതന്മാരാണ് അവരെ പാലസ്തീനികളെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള ആ രീതി കൊണ്ട് ഇസ്രായേലിനെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും എന്നുള്ള ഒരു നയമാണ് അവർക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് ഈ നമ്മൾ പറഞ്ഞ പോലെ 1500-ഉം 1600 കിലോമീറ്റർ ദൂരെ കിടക്കുന്നവർക്ക് നേരിട്ടിടപെടാനുള്ള ശക്തി അന്നുണ്ടായിരുന്നില്ല. കാലക്രമമായിട്ടാണ് അവരുടെ സൈനിക ശക്തി അതെല്ലാം ഉണ്ടാക്കിയത്. അതിനാണ് അവർ ഈ പ്രോക്സികൾ, നമുക്ക് എല്ലാവരും അറിയാവുന്നല്ലോ, ഹമാസ് ഗസായിൽ ഹമാസ്, ലെബനനിലാണെങ്കിൽ ഹിസ്ബുള്ള, യമനിലാണെങ്കിൽ ഹൂത്തികൾ, ഇവരെല്ലാം അവരുടെ പ്രോക്സികളാണ്. ഇവരെല്ലാം കൂടി ഈ ചെറിയ കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന പോലെയാണ് അവർ ചെയ്തിരുന്നത്. ഒക്ടോബർ 23 ഈ ഗാസയിലുണ്ടായ പ്രശ്നം, ഈ 1000-ൽ കൂടുതൽ ഇസ്രായേലുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ഇറാനാണ്. അതങ്ങനെ പറയാൻ അന്ന് ആളുകൾ ഒന്നും ധൈര്യപ്പെട്ടിരുന്നില്ല. അന്ന് ഞാനും പറഞ്ഞിരുന്നു ഇതിൻ്റെ എല്ലാം പുറകിൽ അവരുടെ ഒരു വൈദഗ്ധ്യം, ഈ ഹമാസുകാരുടെ വൈദഗ്ധ്യവും അവരുടെ ട്രെയിനിങ്ങും എല്ലാം, അവർ ഹൗ ദ എക്സിക്യൂട്ടഡ് ദ ഓപ്പറേഷൻ കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇറാനായിരുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ പുറകിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ
വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും 54,000-ൽ പരം ആളുകളെ കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ അവർ അടിവരവ് പറയുന്നില്ല. അവർക്ക് എത്ര ആളുകൾ മരിച്ചാലും ഒക്കെ പ്രശ്നമില്ല എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ തന്നെ അടിച്ചൊതുക്കിയിരിക്കുകയാണ്. യമനിലെ ഹൂത്തികൾ കുറച്ച് US-ന്റെ ആക്രമണങ്ങൾ കൊണ്ട് കുറച്ച് ഗൾഫ് ഓഫ് ഹോർമൂസിൽ അവർ ആ ഒരു സപ്ലൈ ലൈനിൽ ഇപ്പോഴും ചെയ്യുന്നില്ല. അത് നമുക്ക് പിന്നെ വരാം. എന്താണിത് കുറച്ചുകൂടെ പോയാൽ എന്തായിരിക്കും അന്താരാഷ്ട്ര നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉദ്ദേശങ്ങളാണ് രണ്ടുപേർക്കും ഉള്ളത്. ഇസ്രായേലിനെ നശിപ്പിച്ച് അടങ്ങുമെന്ന് ഇറാൻ പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം അതിനു വേണ്ടിയിട്ടാണ് അവർക്കൊരു ഇസ്ലാമിക് ബോംബ് പാകിസ്ഥാൻ്റെ അവർക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഒരു ബോംബുണ്ടാക്കുക, ആ ഒരു ബോംബുണ്ടാക്കി ഇസ്രായേലിനെ എതിരായിട്ട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിറ്ററൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും, എന്നാലും അവരെ ഭൂപടത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ, അവരെ ഇല്ലാതാക്കണമെങ്കിൽ ന്യൂക്ലിയർ ബോംബ് വരെ ഉപയോഗിക്കാൻ അവർ മടിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് പറയുന്നത് ഇവരുടെ എൻറിച്ച്മെൻറ്റിൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 70കളിൽ തുടക്കത്തിൽ ഇവർക്കൊരു ഈ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിന് USA സഹായം കൊടുത്തിരുന്നു. പക്ഷേ 79 ആയപ്പോഴേക്കും ഈ ഒരു തിയോക്രാറ്റിക് ഭരണം വന്നതോടെ അവർ അതിൽ നിന്ന് മാറി. പിന്നെ സാങ്ഷൻ ആയി അവർക്ക്. അപ്പോൾ ഇസ്രായേലിന് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എൻറിച്ച്മെൻറ്റ് സാധാരണ എനർജി യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 5% കൂടുതൽ എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏതാണ്ട് 60-62% എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് 2015 ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൂടെ ചേർന്ന് ഇവരുമായിട്ടൊരു കരാറുണ്ടാക്കി, നിങ്ങൾ എൻറിച്ച്മെൻറ്റ് നിർത്തിവെക്കണം, ബോംബ് ഉണ്ടാക്കരുത്, അതുകൊണ്ട് നിങ്ങളെ സാങ്ഷൻസ് നിങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരാമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ 2018 ട്രംപ് ഈസ് ആസ് യൂഷ്വൽ അദ്ദേഹം ആരോടും പറയാതെ ഈ കെയിം ഔട്ട് ഓഫ് ദ കരാറിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അന്ന് ഏതാണ്ട് വളരെ കുറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ 62% നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു ബോംബ് ഉണ്ടാക്കാൻ ഒരു 9 ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുറേനിയം അവരുടെ കയ്യിലുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് ശരിയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇവര് ഇറാൻ ഒരു വാദമാണ്. നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. ഇറാന് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇറാന് ഒരടി കൊടുക്കണമെന്ന് GCC രാജ്യങ്ങളടക്കം വിചാരിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടെങ്കിൽ, ഞാൻ തിരികെത്താം ശ്രീ ബ്രിഗേഡിയർ വേണുനായർ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനിടയിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഇസ്രയേലിനെതിരെ ഇറാൻ്റെ ആക്രമണങ്ങളും ഇറാനെതിരെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളും ഒക്കെ യുദ്ധക്കുറ്റങ്ങൾ എന്ന പോലെ വിലയിരുത്തപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ഇതിനകത്ത് ഈ ക്രോസ് ബോർഡർ അസാസിനേഷൻ അടക്കമുള്ള ചില വിഷയങ്ങൾ ഇതിനകത്ത് പറയുന്നു. ഇറാനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു ക്രോസ് ബോർഡർ അസാസിനേഷനായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. എത്ര പേര് ഈ വിലയിരുത്തലുകൾക്ക് ഇറാനൊപ്പം നിൽക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന് മുന്നിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ത്യക്കൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ കടക്കാൻ ഇന്ത്യ നിർബന്ധിതമായതുപോലും ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ലോക സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അർഹത പോലും ഇറാന്റെ കയ്യിലില്ല ഇപ്പോൾ എന്നുകൂടിയുണ്ടോ? ഇസ്രയേലിന്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ലൈസൻസ് ഉണ്ട് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ലോകത്തെല്ലാ പ്രതിബന്ധങ്ങളെയും പരമാവധി പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് 1948 ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മുതൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ഭീഷണി നേരിടുകയാണ്. അപ്പം ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനൊക്കുന്നതിന് ലിമിറ്റുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിന്റെ ഓപ്പറേഷൻസ് അന്ന് മുതൽ തന്നെ 48 മുതൽ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഫോക്കസോടുകൂടി ഗ്ലോബൽ ഓപ്പറേഷൻസ് ആണ് അവർ നടത്തിയിരുന്നത്. ആദ്യ റൗണ്ടിൽ അവർക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. കാരണം ജൂതന്മാരെ ഹോളോകോസ്റ്റിന് വിധേയമാക്കിയല്ലോ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറുകളിൽ. അതിന് നെടുനായകത്വം വഹിച്ച നാസികളെ അവരേത് മടയിൽ ചെന്നൊളിച്ചാലും തങ്ങൾ അവിടെ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കും എന്ന ഇസ്രായേലിന്റെ നയം അവർ പ്രാവർത്തികമാക്കി. അർജന്റീനയിലും പെറുവിലും ഉറുഗ്വേയിലും എല്ലാം ചേക്കേറിയിരുന്ന നാസികളെ അവിടങ്ങളിലൊക്കെ പോയി ഇസ്രയേലിന്റെ കമാൻഡോകളെ വധിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഇസ്രയേലിന്റെ ട്രാൻസ്നാഷണൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്.
അപ്പൊ അതുകൊണ്ട് അസാസിനേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടി, ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പാരഡൈമായി, ഒരു അത്യന്താപേക്ഷിത ഘടകമായി എണ്ണുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ആഗോള മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ടെറിട്ടറിയിൽ കടന്നു കയറി ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നോക്കൂ, ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത് എവിടെയാണ്? ടെഹ്റാനിൽ വെച്ചാണ്. അതുപോലെ എത്രയോ പേരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മറ്റു രാജ്യങ്ങളുടെ നേതാക്കന്മാർ, ഒരു പരിധിവരെ പറഞ്ഞാൽ ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു നിഗമനം. അപ്പൊ എത്രയോ പേരാണ് ഈ ആണവ സാങ്കേതിക വിദ്യയുടെ വിദഗ്ധന്മാർ മുൻകാലങ്ങളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് വധിക്കപ്പെട്ടവർ മാത്രമല്ല. ഇതൊരു രീതിശാസ്ത്രമാണ്, ജൂതരാഷ്ട്രത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. അതവര് സെക്യൂരിറ്റി പാരഡൈം വെച്ചുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. പിന്നെ ജൂതരാഷ്ട്രം ആക്രമണ വിധേയമായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് ഇറാൻ തന്നെ പറയുന്നു 3ാമത്തെ വെയ്വാണ്. അതായത് ഓപ്പറേഷൻ ട്രൂത്താണ്, അത് ട്രൂ പ്രോമിസ് ആണ്, ശരിയായ പ്രോമിസ്, അതിന്റെ 3ാം വെയ്വാണ്. അപ്പൊ 2 വേവ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. അത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുകൊണ്ടല്ല, മറിച്ച് ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും ആക്രമിച്ചതുകൊണ്ട്, ഇറാന്റെ കൂട്ടുകാരെ ആക്രമിച്ചതുകൊണ്ട്, പ്രോക്സീസിനെ ആക്രമിച്ചതിന്റെ ഒരു പ്രതികാരം, ഒരു റെസ്പോൺസ് എന്ന നിലയിലാണ് ആ 2 വേവും വന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് തീർച്ചയായും ആ സമയത്ത് തിരിച്ചടിച്ചതിന് പരിമിതിയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ആ എല്ലാ കണക്കുകളും തീർത്തുകൊണ്ട് ഇസ്രയേൽ ചില ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട്. കൃത്യമായ ടൈം ഫ്രെയിം, കൃത്യമായ ടാർഗറ്റുകൾ, എപ്പോൾ എന്ത് വേണം. ഒബ്ജക്റ്റീവ്സ് ആർ വെൽ ഡിഫൈൻഡ്. അത് പുറത്തു പറയുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കറിയാവുന്നത്. അതൊരു റെജിം ചേഞ്ച് എന്നുള്ളതാണ് ആത്യന്തികമായി പറയുന്നത്. അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു മതഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് സമാധാനമില്ല. തങ്ങൾ അത് യഥറ്റം വരെ പോയും നശിപ്പിച്ചിരിക്കും. ഇതൊരു പ്രോമിസാണ്. ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൃഢ നിശ്ചയമാണ്. അപ്പം ഇറാൻ പ്രോമിസ് കൊടുക്കുന്നത് ജനത്തിനാണ്. നോക്കൂ, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ പ്രോമിസ്? It is a promise given by the state of Israel, the leadership of Israel, to the people of Israel, and also to the Islamic world, that we will destroy the Jewish state. ജൂതരാഷ്ട്രത്തിന് ഭൂമുഖത്ത് അസ്തിത്വം ഉണ്ടാവരുത്, ഇത് ഞങ്ങൾ തീർത്തിരിക്കും. അതൊരു പ്രോമിസാണ്. അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നിടത്തോളം കാലം തീർച്ചയായും ഇസ്രായേലിൽ നിന്ന് വേവ്സ് ആൻഡ് വേവ്സ് ഓഫ് അറ്റാക്ക് ഇറാനെതിരെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരാണ് ഈ റൗണ്ടിൽ ആക്രമണം തുടങ്ങിയ അഗ്രസർ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാനാവും, അത് ഇസ്രായേലാണ്. പക്ഷെ ഒറിജിനൽ കോസ് ഓഫ് അഗ്രഷൻ എന്ന് പറയുന്നത്, അത് കാറ്റലിസ്റ്റായി വന്നത് ആണവ സമ്പുഷ്ടീകരണമാണ്. അത് ഇറാന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇസ്രായേൽ ആണവ രാജ്യമാണല്ലോ, ഇസ്രായേൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിയപ്പോൾ ആരും ഇസ്രായേലിനെ ആക്രമിച്ചില്ലല്ലോ. പക്ഷേ ഇസ്രായേലിന് അത് സംഭവിച്ചു. ഇസ്രായേൽ ഓൾറെഡി ആറ്റമിക് പവറാണ്, അത് പാരഡൈമാണ്, അത് സ്റ്റേറ്റസ് കോ ആയിട്ട് മാറിയിരിക്കുന്നു. ആ സ്റ്റേറ്റസ് കോ വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ആണവ ശക്തി ആ മേഖലയിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന, ഒരു വനത്തിൽ 2 സിംഹങ്ങൾ വേണ്ട എന്ന പ്രമാണമാണ്. അവിടെ ഞങ്ങളുണ്ട്, അത് മതിയാകും. അപ്പൊ അറബ് ലോകം വലിയ പ്രതീക്ഷയോടെ കാണും ഇറാനെ എന്ന പ്രതീക്ഷ തെറ്റി. അതങ്ങനെയല്ല. അവർ ഇറാനെ പ്രതീക്ഷയോടെയല്ല കാണുന്നത്. അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഇറാൻ അനുകൂല പ്രസ്താവനകൾ നടത്തും, ഇസ്രായേലെ വിമർശിച്ചെന്നിരിക്കും. അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും പാശ്ചാത്യ ലോകത്തോടൊപ്പമാണ്. എന്നാൽ പൂർണ്ണമായി അറബി ജനത പാശ്ചാത്യ ലോകത്തോടൊപ്പമാണെന്ന് പറയാനാവില്ല. അറബി ഭരണകൂടങ്ങൾ മിക്കതും രാജഭരണങ്ങളും ഡിക്റ്റേറ്റർഷിപ്പും ഒക്കെയാണ്. അപ്പൊ അതെല്ലാം തന്നെ അമേരിക്ക അനുകൂല, യൂറോപ്പ് അനുകൂല, വെസ്റ്റേൺ ഡെമോക്രാറ്റിക് അലയൻസിനോടൊപ്പമാണ് അവരുടെ സ്ഥാനം. അത് ഇറാനെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ വിശ്വാസം ആ റെജീം ചേഞ്ചിലേക്ക് എത്തി നിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി ഏതാണ്ട് ഈ സമയത്ത്, ഇറാനിലെ ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെ, സ്റ്റേറ്റ് ടെലിവിഷന്റെ ആസ്ഥാനം ആക്രമിച്ചു. ഒരു വലിയ ഒരു പ്രഭാഷണം നടക്കുകയായിരുന്നു. ഒരു ജേർണലിസ്റ്റാണ്, ഒരു ആങ്കറാണ്. ഇസ്രായേലിനെതിരെ കയറിക്കൊണ്ട് സംസാരിക്കുന്ന വലിയ റെറ്ററിക്കാണ്. അതിനിടയിലാണ് ബോംബ് വന്ന് വീഴുന്നതും അവർ ഓടി രക്ഷപ്പെടുന്നതും പിന്നീട് റീഗ്രൂപ്പ് ചെയ്ത് മറ്റൊരിടത്തു നിന്നും സംപ്രേഷണം തുടരുകയും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന ആണവ നിലയങ്ങളുടെ ആക്രമണമല്ല റേഡിയോ നിലയങ്ങളുടെയും ടെലിവിഷൻ നിലയങ്ങളുടെയും ആക്രമണം. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ടെലിവിഷൻ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇറാന് ജനങ്ങളോട് സംവദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ വരും. ജനങ്ങൾ ചിതറും. ജനങ്ങൾ ആകെപ്പാടെ അതിഭയങ്കരമായ കൺഫ്യൂഷൻ, വ്യാമിശ്രതയുണ്ടാകും. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹൂ ഇസ് ഇൻ കൺട്രോൾ എന്ന് ജനതയ്ക്കറിയാൻ വയ്യാതെ 8 ലക്ഷം ജനതയാണ് ഇറാനിലുള്ളത്. അവർ ആശയക്കുഴപ്പത്തിൽ നിന്നും ഒരുപക്ഷെ വിമത വിഭാഗങ്ങൾ തലപൊക്കിയേക്കാം. അതാണ് ഇസ്രായേലിന്റെ ആഗ്രഹം. അത് നടക്കുമോ എന്ന് ഇത് വെറും തിയററ്റിക്കൽ മാത്രമാണ് ഈ സ്റ്റേജിൽ. പക്ഷേ ഇസ്രായേലിന്റെ മൊസാദ് എന്ന സംഘടന, രഹസ്യാന്വേഷണ സംഘടന ആഴത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇറാനിൽ എന്ന് ഓർക്കണം. അല്ലായെങ്കിൽ ഇത്രയധികം അസാസിനേഷൻ, നേരത്തെ അപർണ സൂചിപ്പിച്ച ഇതുപോലുള്ള അസാസിനേഷൻ അത്തരത്തിൽ കടന്നു ചെന്ന് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേ ചാരന്മാരെയും കൂടുതൽ ചാരന്മാരെയും ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആർമിക്കുള്ളിൽ, ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിനുള്ളിൽ, IRGCക്ക് ഉള്ളിൽ തന്നെ ഡിവൈഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യത്തിന്റെ ഒരു വിഭാഗം അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നൊരു ഗൂഢലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് അവരൊരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ റെജിം ചേഞ്ച് വരുന്നത്. ജനകീയ പ്രക്ഷോഭത്തിലൂടെ റെജിം ചേഞ്ച് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് അവർ ഫേംലി എൻട്രൻസ്ഡ് ആയ മിലിറ്ററി സംവിധാനം അത് നയിക്കുന്ന ആയത്തുള്ള അലി ഖുമൈനി വെടിവെച്ച് നിർത്തില്ല. Tiananmen സ്ക്വയർ പ്രക്ഷോഭം എന്തായി? വെടിവെച്ച് ഈ ചൈനീസ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഈ ജനാധിപത്യവാദികളായ വിദ്യാർത്ഥികളെ 1989 വെടിവെച്ച് കൊന്നില്ലേ? അതൊക്കെ ഒരുപക്ഷെ സാധിച്ചതിരിക്കും. പക്ഷേ ഇവിടെ ആർമി, വിഖ്യാതമായ ഇറാന്റെ സൈനിക സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനകത്ത് റിബൽ വിഭാഗം കൈയടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ, സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ഒരുപക്ഷെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേക്കാം. ഇതൊക്കെയായിരിക്കണം ഇസ്രായേലിന്റെ. തീർച്ചയായിട്ടും നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ട് കൂടിയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് നന്ദി. അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഒരു സമയമാകുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് റിമൈൻഡ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ ഇടപെടേണ്ടി വരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, എക്സിസ്റ്റൻഷ്യൽ ഫോക്കസ് അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഏത് യുദ്ധത്തിനുമുള്ള ന്യായീകരണം എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വരുന്ന ഒരു സമയമായതുകൊണ്ട് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിനകത്ത് അവർക്കെതിരെ ഉയരുന്ന ചില ശബ്ദങ്ങളെ മറികടക്കാൻ മറ്റൊരു ആയുധം കയ്യിലില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നെതന്യാഹു ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമല്ലേ? ഇത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഈ തരത്തിലേക്കുള്ള ഇറാന്റെ പരിപൂർണമായ കീഴടങ്ങലിലേക്കോ പോകുന്ന ഇല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിന്നു പോകുന്ന ഒരു ഡിപ്ലോമസി ഉണ്ട്, അത് നശിക്കുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആവില്ലേ? നോക്കൂ അപർണ, ഈ ഇസ്രായേലിൻ്റെ ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധുനിക ഇസ്രായേലിൻ്റെ ജനനം മുതൽ തന്നെയുണ്ട്. ആ രാജ്യം ജനിച്ചു വീണത് തന്നെ ഒരു മഹായുദ്ധത്തിലേക്കാണ് 1948. അന്നത്തെ അവിടുത്തെ പാലസ്തീൻ എഗ്രിമെൻ്റ് അത് ആദ്യം തള്ളിയത് അറബ് രാജ്യങ്ങളാണ്. അവിടെ ഈ ലോകം മുഴുവനും അലഞ്ഞു നടന്ന അവസാനം വളരെ കഷ്ടപ്പെട്ട് അവർക്കൊരു തുണ്ട് ഭൂമി, ഈ ജെറുസലേം ഒന്നുമില്ലാത്ത ഒരു വളരെ ചെറിയൊരു ഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം അനുവദിക്കപ്പെട്ട് അവിടെ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് ഞങ്ങൾ സമ്മതിക്കില്ല, ജൂതരാഷ്ട്രം പാടില്ല, ജൂതരാഷ്ട്രത്തിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അറബി രാജ്യങ്ങളെല്ലാം കൂടി, അതും മഹാശക്തികളാണെന്ന്, ഈജിപ്റ്റ്, ജോർദാൻ, ഇറാഖ്, അതും ആ സെക്കൻഡ് വേൾഡ് വാറിലെ ആ വാർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ അവരുടെ സർവ്വ ആയുധ സമ്പത്തും സർവ അനുഭവ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ജനിച്ച ഒരു പ്രൊഫഷണൽ ആർമി പോലും ഇല്ലാത്ത ആ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു 48. പക്ഷേ ചരിത്രം മറ്റൊന്നായി മാറുകയാണ് ചെയ്തത്. അവർ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചു. അത് മാത്രമല്ല, അവരുടെ മേളിൽ നടത്തിയ 3 മഹായുദ്ധങ്ങൾ, ഒന്ന് ഈ ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം, പിന്നെ 1967 6 ദിവസത്തെ യുദ്ധം, 1971 യോം കിപ്പൂർ യുദ്ധം, ഇതെല്ലാം ഈ ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഈ കൊച്ചു രാജ്യത്തിന് മേൽ നടത്തിയത്. അത് അവരുടെ ലക്ഷ്യം അനൗൺസ്ഡ് ആയിരുന്നു, ജൂതരാജ്യത്തിനെ തുടച്ചു നീക്കും ഈ ഭൂമിയിൽ നിന്ന്. അന്ന് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ക്രൈസിസ് ഇപ്പം അതേപോലെ തന്നെ ഈ പാലസ്തീനിയൻ സംഘടനകൾ, ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന PLO, ബ്ലാക്ക് സെപ്റ്റംബർ, ഹമാസ്,
ഇതെല്ലാം അവരുടെ പ്രൈം മോട്ടീവ് എന്താണ്? അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവർക്ക് രാജ്യം, അവർക്കുടേതായ ഭൂമി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജൂതരാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ഓപ്പണാണ് അവർ, അത് വളരെ ഓപ്പണായിട്ട് അനൗൺസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു അവസ്ഥ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിനുണ്ടോ പറഞ്ഞ? മറ്റൊരു രാജ്യം, ശത്രുതകളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, നയതന്ത്രമായ പ്രശ്നങ്ങളുണ്ടാകും, നയതന്ത്രബന്ധങ്ങൾ ഇല്ലാതാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മറ്റൊരു രാജ്യത്തിനെ ഇല്ലാതാക്കും, ആ വംശത്തിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ട, ശത്രുക്കളാൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരേ ഒരു രാജ്യം ഈ ലോകത്തുണ്ടെങ്കിൽ, ഈ ഭൂമിക്ക് മുകളിലുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. ഇത്രയും കാലമായി അത് തുടരുകയാണ്. അപ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്ന സാധനം ഒരു റീസൺ അല്ല, അല്ലെങ്കിൽ ഒരു ന്യായീകരണമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തങ്ങളുടെ മേളിൽ ഈ രീതിയിലുള്ള ആധിപത്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഞങ്ങളെ തുടച്ചു നീക്കാൻ വരും തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിരിക്കാൻ അവർക്ക് പറ്റില്ല. ഇതാണ് 1980-81 ഇറാഖിൻ്റെ അടുത്തും അവർ ചെയ്തത്. ഇറാഖിന് അവർ ആണവ ബോംബ്, അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അത് സിവിലിയൻ ഫെസിലിറ്റീസാണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫ്രാൻസുമായി ഒഫീഷ്യലി സിവിലിയൻ ന്യൂക്ലിയർ കരാർ ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും പാലിച്ചുകൊണ്ടാണ് അന്ന് ഇസ്രയേൽ ഇത് ന്യൂക്ലിയർ റിയാക്ടർ ഫെസിലിറ്റി പണിഞ്ഞുകൊണ്ടിരുന്നത്. ലോകം എന്ത് പറയുമെന്നോ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും നോക്കിയില്ല. കാര്യം ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഇവിടെ ഉണ്ടാകുന്ന അവിടെ നിന്ന് ഇവർക്ക് പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ കഴിയും. ആ പ്ലൂട്ടോണിയം ഏതാനും വർഷങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഏതാനും നാളുകൾ കൊണ്ട് അതിനെ സമ്പുഷ്ടീകരിച്ച് ഒരാണവ ബോംബാക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്, നല്ല എല്ലാ ഫെസിലിറ്റികളും ഉണ്ടെങ്കിൽ. അത് അനുവദിച്ചാൽ അതാദ്യം ചെന്ന് വീഴുന്നത് ഇസ്രായേലിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവരുടെയൊക്കെ കയ്യിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു രാജ്യമാണ്, വളരെ ചെറിയ രാജ്യം. കേരളത്തിലെ 4-5 ജില്ലകളുടെ വലിപ്പം മാത്രമേ ആ രാജ്യത്തിനുള്ളൂ. 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ളൂ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ വീണ ആദ്യകാല ബോംബുകളുണ്ട്. അതുപോലത്തെയുള്ള 3-4 ബോംബുണ്ടെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ അതേസമയം ഇറാൻ വളരെ വലിയ രാജ്യമാണ് ഇസ്രായേലിനെ അപേക്ഷിച്ച്. ഇന്ത്യ വളരെ വലിയ രാജ്യമാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളെയൊന്നും സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ കഴിയും. അവിടെ ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം എപ്പോഴും തങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, തങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ആയുധങ്ങൾ അവർ സംഭരിച്ചാൽ അവർ അതിൽ കൺസേൺഡ് ആണ്. അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അതിനുവേണ്ടി ലോക സമൂഹം എന്തു പറയുമെന്നോ, ഇനി മാനവികതയോടെയോ ഇങ്ങനത്തെയുള്ള ഒരു മാനദണ്ഡങ്ങളും അവിടെ ഇല്ല. ഈ യുദ്ധത്തിനെ പറ്റിയൊക്കെയുള്ള എവിടെ വന്നാലും ഉടനെ നമുക്ക് കുറേ കാര്യങ്ങൾ വരും. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല, എല്ലാവരും പരാജയപ്പെടുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാൽപ്പനികമായ വരികളൊക്കെ നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്. യുദ്ധത്തിൽ ജയവും പരാജയവും ഉണ്ട് സാർ. 2ാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളല്ലായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഈ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ചേർന്ന അച്ചുതണ്ട് സഖ്യമായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിടുങ്ങി. ശരി ശ്രീ ഷാബു പ്രസാദ്. പക്ഷേ രമേശ് വേണുഗോപാൽ, ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു കോൺടെക്സ്റ്റ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്ന കാര്യങ്ങളുണ്ട്, ഇറാനെ ഒറ്റപ്പെടുത്തുന്ന സഖ്യകക്ഷികളുടെ ഒരു നിലപാടൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഈ തരത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏതെല്ലാം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കും, എവിടെ നിന്നൊക്കെ സഹായം കിട്ടും എന്നൊക്കെ ഇന്ത്യ പോലും ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ ഈ ലോക സാഹചര്യം എത്തിക്കുന്നുണ്ടോ? ലോകത്തെ ഒരു പുതിയ ഒരു ക്രമം വന്നിരിക്കുക, അല്ലെങ്കിൽ പുതിയ ലോകക്രമം വന്നിരിക്കുകയാണ്. അവനവനിസം എന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ പോകുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന് അമേരിക്ക പറയുന്നു, കാനഡ ഫസ്റ്റ് എന്ന് കാനഡ പറയുന്നു, എന്തിന് പാകിസ്ഥാൻ ഫസ്റ്റ് എന്ന് പാകിസ്ഥാൻ വരെ പറയുന്ന ഒരു ലോകക്രമത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാകുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ
നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് വേണ്ട ശ്രമങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, സൈനികമായിട്ടും സാമ്പത്തികമായും നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. മറ്റൊരു രാജ്യവും വേറൊരു രാജ്യത്തെ വന്ന് സഹായിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അത് നമ്മൾ പല യുദ്ധങ്ങൾ നമ്മുടെ യുദ്ധത്തിൽ തന്നെ കണ്ടല്ലോ. നമ്മൾ ചെറിയൊരു 3 ദിവസത്തെ യുദ്ധമല്ല, നമ്മൾ ചെറിയൊരു ഓപ്പറേഷനാണ് നടത്തിയത്. ആ ഓപ്പറേഷനിൽ പോലും നമുക്ക് ആരുടെയും സഹായം നേരെ കിട്ടിയിട്ടില്ല. കിട്ടിയെന്ന് പറയാനുണ്ടെങ്കിൽ അല്പമെങ്കിലും ഉള്ളത് ഇസ്രായേൽ മാത്രമാണ്. ബാക്കി അമേരിക്കയെ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചു. അമേരിക്ക പോലും നമുക്ക് വേണ്ട രീതിയിൽ ഒരു സഹായം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവസാനം അത് പാകിസ്ഥാനും കൂടെ സഹായമാകുന്ന വിധത്തിൽ അവർ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു രോഗക്രമമാണുള്ളത്. അതുകൊണ്ട് ആരും ആരെയും സഹായിക്കുകയില്ല, ആരും ആരെയും അധികം ഉപദ്രവിക്കാനും വരില്ല. കാരണം എല്ലാവരുടെയും അല്ല, ശ്രീ വേണുഗോപാൽ, അങ്ങനെ ഇന്ത്യക്ക് സഹായമാകാതെ നിന്ന ഒരു ടീം കൂടിയാണ് ഇപ്പുറത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് എന്നതിലൊരു ആശങ്ക കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യക്ക് സഹായമാകാതെ അമേരിക്ക അടക്കം ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്താണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ലോകക്രമം ഇന്ത്യക്ക് ഭാവിയിൽ ഗുണകരമാകുമോ ദോഷമാകുമോ എന്ന്? അല്ല, ഇന്ത്യക്ക് ഗുണകരമാകണമെങ്കിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാകുകയും സൈനിക ശക്തിയാകുകയും ചെയ്ത് ഈ ഭൂഖണ്ഡത്തിലെ ചൈനയോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ തലയെടുപ്പുള്ള രാഷ്ട്രമാണെന്ന് വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ ഗവനിക്കും. ഇന്ത്യയെ ഗവനിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ വെസ്റ്റ് ഇപ്പോഴും ധരിക്കുന്നത് ഇന്ത്യയെ എങ്ങനെയും വരുതിയിലാക്കാം എന്നുള്ളതാണ്. അതിന് കഴിയില്ല എന്ന് സ്ഥാപിക്കാനാണ് നമ്മുടെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിച്ചാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സാമ്പത്തികമായും സൈനികമായും മുന്നോട്ട് വരണം. ഇത് തന്നെയാണ് ഇറാനും പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് ഇറാൻ ഉദ്ദേശിച്ചിരുന്നത്. തങ്ങൾക്ക് ഒരു ശക്തി വേണമെന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവരെ വരുതിയിലാക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. അതിനാണ് ഈ ആണവായുധം അവരുണ്ടാക്കാൻ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് USA പിന്നെ നേരിട്ട് യുദ്ധത്തിന് വന്നില്ലെങ്കിൽ പോലും ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ചത്. ഇതൊക്കെ ഒരു വർഷത്തെ പ്ലാനിംഗ് ആണ്. വളരെ ദീർഘമായിട്ട് കണക്ക് കൂട്ടി ചെയ്തതാണ്. നമ്മൾ ഇന്നലെ ഒരു ആണവ കരാർ തെറ്റിയത് കൊണ്ട് വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയിക്കേണ്ട. ഇതൊക്കെ അവർക്കറിയാമായിരുന്നു. ഈ ആണവ കരാർ എന്ന് പറഞ്ഞിങ്ങനെ ഓരോ ദിവസവും സംസാരിച്ച് 1, 2, 3 നീട്ടിക്കൊണ്ടുപോയി 5 ആകുമ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് ഇനി ഒരു മാസം കൂടെ പോയി കഴിഞ്ഞാൽ അണുവായുധം ഇറാൻ്റെ കയ്യിലാകും. അതിനു മുമ്പായിട്ട് അടിക്കാനായിട്ട് ഇസ്രായേലിനെ വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പൊടുന്നനെ ഒരു സമാധാന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അണുവായുധം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിരായുധീകരണത്തിൽ നമ്മുടെ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തെറ്റിപ്പോയത് കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഈ പ്ലാനിങ്ങുകൾ പലപ്പോഴും നടത്തിയിരുന്നു. ഇറാൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഈ ലോകത്ത് വേറൊരു ഓർഡർ ഉണ്ടാക്കണം. അതായത് ഏക ഛത്രാധിപതിയായിട്ട് US നിൽക്കുന്നതിനൊപ്പം ഇപ്പുറത്ത് വേറൊരു ടീമും കൂടെ ഉണ്ടാവണം. അതിനാണ് അവർ ചൈനയും റഷ്യയും ഒക്കെ പിടിക്കാനായിട്ട് നോക്കിയത്. അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിൽ ഒരു ടീമിനെ അവരുണ്ടാക്കാൻ നോക്കി. അതെല്ലാം തകർക്കപ്പെട്ടു. അങ്ങനെ അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. ആ ഒറ്റപ്പെട്ടപ്പോൾ അവർ കണ്ടിരുന്നതും ഈ ഒറ്റപ്പെടലിനെ നിന്ന് രക്ഷപ്പെടാനായിട്ട് എത്രയും പെട്ടെന്ന് അണുബോംബ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് 1 മാസം മുമ്പേ അല്ലെങ്കിൽ 2 മാസം മുമ്പേ അവർക്ക് കുരുക്ക് വീണു. ഇനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. റെജീം ചേഞ്ച് എന്നുള്ള ഒരു സംഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ പരിക്കേൽപ്പിക്കാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലും US-ഉം. ബ്രിഗേഡിയർ വേണുനാർ കൂടി, ഇത് ഇറാന്റെ ഡ്രോൺസ് ഇസ്രായേലിന്റെ വ്യോമ പ്രദേശത്ത് കയറുക, ആ തരത്തിൽ അതിനെ വീക്കൻ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് കൂടി ഈ സാഹചര്യത്തിൽ ഒരു റീതിങ്കിങ്ങിന്റെ സമയമുണ്ടോ, ആവശ്യമുണ്ടോ? ശ്രീ ബ്രിഗേഡിയർ വേണുനാർ, കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കുന്നില്ലല്ലോ. ഇന്ത്യയുടെ ഒരു മിസൈൽ ഞാൻ പറയട്ടെ. ഇപ്പം ആരും പറയാം. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം ആരും ഇതുവരെ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാൻ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷനിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഇത് 1968 നടന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക്
ഈ സമ്പുഷ്ടീകരണത്തിനും ബോംബുണ്ടാക്കുമെന്നും ചെയ്യില്ല എന്നുള്ള കാര്യത്തിനാണ് അവർ പെട്ടിരിക്കുന്നത്. പക്ഷേ അതിനെതിരായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സമ്പുഷ്ടീകരണത്തിനോട് കൂടെയുള്ള യുറേനിയത്തിൻ്റെ കൂടെ അവർക്ക് ബോംബുകൾ ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് വലുതാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ പ്രശ്നമുള്ള ഇസ്രായേലിന് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ പോകാതിരിക്കാൻ പറ്റില്ല. അവരുടെ പ്രയോറിറ്റി 1 അവരുടെ ഈ കോർ പിടിച്ചെടുക്കുക. അത് പറ്റിയില്ലെങ്കിൽ ഈ ഡെലിവറി, അത് വെപ്പണൈസേഷന് വേണ്ടിയിട്ടെങ്കിൽ ഡെലിവറി മീൻസ് വേണം. അതിനുള്ള മിസൈൽ ഉള്ള സ്റ്റോക്കും അതിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും ഒക്കെ തകർക്കുക എന്നുള്ളത്. അത് ഏകദേശം സർഫസിലുള്ള ഒരു 1/3 അസറ്റ് ഇതുവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രയോറിറ്റി 1 ടു ഗെറ്റ് ടു ദ കോറാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഫിസിക്കലി അവിടെ പോകണം. അത് പ്രയോറിറ്റി 2 ആയിരിക്കും. അതിനു മുമ്പ് ഇതിനെ ബങ്കർ ബസ്റ്റിംഗ് ഉള്ള കേപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റും അതിനുള്ള ബങ്കർ ബസ്റ്റിംഗ് അമ്യൂണിഷനും ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ അമേരിക്കയുടെ സഹായം വേണ്ടി വരും. ഇപ്പോൾ അവരൊന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ വേറെ കാര്യം, അയൺ ഡോമിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് ആക്ച്വലി അയൺ ഡോം മാത്രമല്ല. അയൺ ഡോം ഒരു 4 to 70 കിലോമീറ്റേഴ്സിൽ നിന്ന് വരുന്ന മിസൈലുകളെയൊക്കെ തകർക്കാനുള്ള ഒരു സിസ്റ്റമാണ്. അതിൻ്റെ റെലവൻസ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിരുന്നത് ഇസ്രായേലിനെ റോക്കറ്റെല്ലാം കൊണ്ട് ആക്രമിച്ചിരുന്നത് ഹൂത്തികളും അടുത്ത് തന്നെ നിന്നുള്ള ഹമാസും ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളൊക്കെയാണ്. അതുകൊണ്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്ന അയൺ ഡോമാണ്. അയൺ ഡോമിൻ്റെ ഒരു 90% ആണ് അതിൻ്റെ സക്സസ് റേറ്റ്. അത് ഏത് സിസ്റ്റത്തിനും ഉള്ളതാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരു വേറെ ഡേവിഡ് സ്ലിംഗ് എന്നും പറഞ്ഞുള്ള ഒരു സിസ്റ്റമുണ്ട്. അതില്ലാതെ താഡ് എന്നും പറഞ്ഞ ഒരു ഹയർ വളരെ ദൂരെ നിന്ന് വരുന്ന ഇടങ്ങളേക്കുള്ള ഇതുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു അതെല്ലാം വെൽ നിറ്റാണോ എന്നുള്ള കാര്യം ആയിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും കുറേയൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിപ്പെട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു നമ്മുടെ എയർ ഡിഫൻസിലുണ്ടായിരുന്ന മുൻകൈ നമ്മുടെ വെൽ കോർഡിനേറ്റഡ് ആ ഒരു സിസ്റ്റമായിരുന്നു, എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മളുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹോം ഗ്രൗണ്ട് ടെക്നോളജിയിൽ നിന്നുണ്ടായ ആകാശ് തീര സിസ്റ്റം തെളിയിച്ചു. അത് ചൈനയുടെ ഉണ്ടായിരുന്ന മിസൈലുകളെയൊക്കെ നമുക്ക് അത് വിധ്വംസിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പഴയ വിൻറ്റേജ് എക്യുപ്മെൻ്റ് ആയിരുന്ന L-70 മോഡിഫൈ ചെയ്ത് ഇത് കൊണ്ടുവന്നു. നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ഡിഫൻസിലുണ്ടായിരുന്ന പഴയ ഓസായൊക്കെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ വെൽ കോർഡിനേറ്റഡ് ആൻഡ് വെൽ. അതായത് തീർച്ചയായിട്ടും അതായത് ഇന്ത്യ ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു സ്ഥിതിയിലേക്കല്ല എന്ന് കൂടിയാണ് താങ്കൾ പറഞ്ഞത്. നമുക്കതൊരു റിലേറ്റ് ചെയ്തിട്ട് കടക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇന്ത്യയെ കണ്ടിട്ടാണ് അവർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലെസൺസ് എടുത്താണ്ടാണ് പാകിസ്ഥാന് ഇസ്രായേൽ ഇപ്പൊ ചെയ്തത്. യെസ്, ഏതായാലും ഇനി ഏത് തരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു നയതന്ത്ര തലത്തിലുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യത ഇനി ഇല്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുമ്പോൾ ഏതായാലും ഇറാനെ ഒറ്റപ്പെടുത്തുകയാണോ സഖ്യരാജ്യങ്ങൾ എന്നൊരു പോളാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചത്. 81% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്. വളരെ നന്ദി ബ്രിഗേഡിയർ വേണുനായർ, MS വേണുഗോപാൽ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ശ്രീ ഷാബു പ്രസാദ്. നമസ്കാരം.